ഈ കൊച്ചിയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുജാഹിദീൻ പ്രാസംഗികനായിട്ടുള്ള ഷംസുദ്ദീൻ പാലത്തിനെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. ഇതേ സ്വഭാവത്തിൽ പ്രസംഗം നടത്തിയിട്ടുള്ള ശശികല ടീച്ചറിൻ്റെ കേസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയങ്ങളൊന്നും ശക്തമായൊരു പ്രതികരണവുമായി UDF രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ്? ശ്രീ ഉണ്ണി പറഞ്ഞതിനോട് ആദ്യമായി ഞാൻ എൻ്റെ യോജിപ്പ് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് പീസ് സ്കൂളിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത വേട്ട നടത്തുകയാണ്. പീസ് സ്കൂൾ എന്ന് പറയുന്നതിൽ അതായത് നല്ല ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഒരു ഐക്കണായി മാറിയിരിക്കുകയാണ് ഈ പീസ് സ്കൂൾ. പീസ് സ്കൂളിൻ്റെ പേരിൽ ഇവർ അന്വേഷണം നടത്തി ഒരു സ്കൂളിൻ്റെ പേരിൽ ഇപ്പോൾ 153 CRPC 153 പ്രകാരമുള്ളൊരു കേസെടുത്തു. അതിന് തയ്യാറാക്കിയിട്ടുള്ള FIR ഞാൻ കണ്ടു. എന്താണ് FIRൽ പറഞ്ഞിട്ടുള്ള കാര്യം? ആ സ്കൂളിന് അംഗീകാരമില്ല. ആ സ്കൂളിൽ പിന്നെ 4 പീരിയഡ് ഇങ്ങനെ ഖുർആൻ സ്റ്റഡീസ്, ഇസ്ലാമിക് സ്റ്റഡീസ് പോലുള്ള വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവിടെ CBSE ഇത് വന്നിട്ടില്ല. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ അതിലുണ്ട്. അതാണ് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. ഇതിലെന്താ തെറ്റ്? ഇത് ഞാൻ ചോദിക്കുന്നത്, മൈനോറിറ്റി നടത്തുള്ള സ്കൂൾ, ആ സ്കൂളിൽ അവരുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ സ്വാഭാവികമായിട്ട് അത് പഠിപ്പിക്കുക. എന്താ തെറ്റ്? മറ്റ് ഭൗതിക വിദ്യാഭ്യാസം അതിൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ 7ാം ക്ലാസ് വരെ ഇവിടെ അംഗീകാരമില്ല, വേണ്ടതില്ല. 7ാം ക്ലാസ്സിലാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഇരുത്തുന്ന സമയത്ത് വേറെ അംഗീകാരമുള്ളിടത്ത് കൊണ്ടുപോയി ഇരുത്തുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് സ്കൂൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിൻ്റെത്, മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെത്, സമുദായം ഇല്ലാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ എന്തുണ്ട്? തിയോളജിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നത്, ചിലടത്ത് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടാവും, ചിലടത്ത് ഗീത പഠിപ്പിക്കുന്നുണ്ടാവാം, അതൊക്കെ ഉണ്ട്. മറ്റ് വിഷയം പഠിപ്പിക്കുന്നുണ്ടാവും. ഇവിടെ ഖുർആൻ സ്റ്റഡീസിന് 4 പീരീഡ് നീക്കി വെച്ചത് അപരാധമാണോ? അംഗീകാരമില്ലാത്ത അല്ല, പക്ഷേ അവിടെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമായി പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് മതപരിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ദമ്പതികൾ, അവരുടെ പേര് അടിയന്തരമായി മാറ്റണോ, അവരുടൻ തന്നെ ക്രോസ് മാറ്റണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യാവലികൾ നൽകിക്കൊണ്ട് പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് മതപഠനമാണോ, ദൈവശാസ്ത്ര പഠനമാണോ? ഇതെല്ലാം ഫാബ്രിക്കേറ്റഡാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അവരുടെ പുസ്തകം പരിശോധിച്ച ആളാണ്. എനിക്ക് ആ സ്ഥാപനങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിയാം. വെറുതെ പറയുന്നതല്ല, ഞാൻ വെറുതെ കേട്ട് പറയുന്നതല്ല. അവരുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലാണ് എൻ്റെ പേരക്കുട്ടികൾ പഠിക്കുന്നത്. എനിക്ക് എന്താ അവർ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് അറിയാം. ഇത് ആ സ്ഥാപനത്തെ ചളിവാരി അറിയാൻ വേണ്ടി കുറേ ആളുകൾ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുണ്ടാക്കുകയാണ്. അതിനോടൊന്നും യോജിക്കാനൊക്കില്ല. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതൊരു ട്രാൻസ്പെറൻ്റാണ്. രണ്ടാമത്, ഷംസുദ്ദീൻ പാലത്തിൻ്റെ കാര്യം നിങ്ങളിവിടെ ചോദിച്ചു. ഷംസുദ്ദീൻ പാലത്തിൻ്റെ പേരിൽ കേസെടുത്തു. എവിടെ? കാഞ്ഞങ്ങാട് പോലീസ് കേസെടുത്തു. ഒരു കേസെടുത്തിട്ട് അവരെന്ത് ചെയ്തു? 153 CRPC വെച്ചിട്ട് ആ കേസ് FIR കൊടുത്തു. സംഭവം ഇയാളുടെ പ്രസംഗം നടന്നത് ഇവിടെയെന്ന് പറഞ്ഞു. ഇവിടെ കോഴിക്കോട് നടക്കാവ് പോലീസ് ഇങ്ങോട്ട് അയച്ചപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? ഈ 153 പോരാ, ഇതിൻ്റെ കൂടെ UAPAയും ചേർക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്തിന്? അയാൾ ചെയ്ത പ്രസംഗത്തിൻ്റെ കോപ്പി ഞാൻ വായിച്ചതാണ്. ഇയാൾ ചെയ്ത പ്രസംഗത്തിൽ, ഞാൻ ആ പ്രസംഗത്തെ ന്യായീകരിക്കുന്ന ആളല്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ അയാൾ ചെയ്യേണ്ട പ്രസംഗമല്ല. ആ പ്രസംഗം ശരിയല്ല. പക്ഷേ എൻ്റെ ചോദ്യം, UAPA ചുമത്താൻ എന്താ അധികാരം? ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും എതിർക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ, ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ട്, ചെയ്യട്ടെ. അതിന് ചെയ്യുന്നതിന് ഞങ്ങളാരും എതിരല്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാക്കുന്ന സംഗതിയുണ്ട്, തീർച്ചയായിട്ടും സൃഷ്ടിക്കണം. UAPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീകരപ്രസ്ഥാനത്തിൻ്റെ സപ്പോർട്ട് ചെയ്യലാണ്. ഏത് ഭീകരപ്രസ്ഥാനത്തെയാണ് ഇത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? തെളിയിക്കട്ടെ. വെറുതെയെങ്കിലും ഒരാളെ പേരിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് അങ്ങ് ജയിലിലിട്ടാൽ പോലും വെളിച്ചം കാണാത്ത വിധത്തിൽ നീതിയുടെ വ്യക്തമായ ലംഘനം നടത്തുന്ന വിധത്തിൽ ഇരുട്ടറയിലിടുന്ന നിയമം ഒരു മതപണ്ഡിതൻ്റെ പേരിൽ ചുമത്തിയാൽ അതിനെ ഞങ്ങൾ എതിർക്കും. അതേസമയത്ത് ആ മതപണ്ഡിതൻ മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാക്കുന്ന, സൗഹാർദ്ദത്തെ തകർക്കുന്ന വിധത്തിൽ നീക്കം നടത്തിയാൽ ഞങ്ങൾ ഒരിക്കലും യോജിക്കില്ല. ആ വ്യക്തിത്വമാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. മൂന്നാമത് ഉണ്ണി ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ ഈ വെടിമരുന്ന് ശാലയ്ക്ക് തീ കൊടുക്കുന്നത് പോലെയുള്ള പ്രസംഗങ്ങൾ നടത്തിയ ആളുകൾ ഇഷ്ടം പോലെ ഇവിടെ നടക്കുകയാണ്. നാട് മുഴുവൻ പ്രസംഗിച്ച് നടക്കുകയാണ്. എന്തേ നടപടിയെടുക്കാത്തത്? ആ ചോദ്യം നിങ്ങൾ ചോദിച്ചതിൻ്റെ കൂടെ ഞാൻ ചോദിക്കുകയാണ്. നീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് സൗകര്യമുള്ള വകുപ്പ് ചേർത്തി കൊടുക്കലാണോ? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വ്യക്തമായൊരു വേട്ട നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞു. UAPA പോലുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട് നിരപരാധികളായ കുറേ പേരവിടെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അതിനെതിരായിട്ട് എക്കാലത്തും സംസാരിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. പാർലമെൻറ്റിൽ ഏറ്റവും ശക്തമായി UAPAക്കെതിരായിട്ട് സംസാരിച്ച ആളാണ്. ഞങ്ങൾ തുടരുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാടൻ നിയമങ്ങൾ എടുത്തു കളയണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത്തരം നിയമങ്ങൾ നിരപരാധികളുടെ പേരിൽ ചുമത്തുന്നതിനെ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും.